നമസ്കാരം. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇറാൻ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു എന്ന വാർത്ത വരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്കാണ് ഇത് വഴി തുറക്കുന്നത്. അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധം വഷളാകുന്ന സാഹചര്യത്തിൽ മേഖലയിലെ തന്ത്രപ്രധാനമായ ഈ ജലപാതയിലൂടെയുള്ള ഗതാഗതം ഇനി മുതൽ തങ്ങൾ നിശ്ചയിക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ അനുവദിക്കൂ എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ കപ്പലുകളും ഇറാൻ നിർദ്ദേശിക്കുന്ന പ്രത്യേക പാതകൾ പിന്തുടരണമെന്നും ഇറാന്റെ മുൻകൂർ അനുമതി വാങ്ങണമെന്നുമാണ് പുതിയ നിബന്ധന. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ച ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫ് വാഷിംഗ്ടൺ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നാണ് കുറ്റപ്പെടുത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന പ്രസ്താവനകളുടെയല്ല, മറിച്ച് യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കടലിടുക്കിന്റെ പദവി ഇറാൻ തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ സമ്മർദ്ദം തുടരുകയാണെങ്കിൽ കടലിടുക്ക് അടച്ചുപൂട്ടേണ്ടി വരുമെന്ന സൂചനയും ഗാലിബാഫ് നൽകി. അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ അവകാശവാദങ്ങൾ പച്ചക്കള്ളമാണെന്നും ഇത്തരം നുണകൾ കൊണ്ട് യുദ്ധം ജയിക്കാനോ ചർച്ചകളിൽ നേട്ടം കൊയ്യാനോ അമേരിക്കയ്ക്ക് കഴിയില്ലെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. സമുദ്ര വ്യാപാരം തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങൾ തുടരുകയാണെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകേണ്ട ബാധ്യത ഇറാനില്ല. നിശ്ചയിച്ച റൂട്ടിലൂടെയുള്ള യാത്രയും ഇറാന്റെ ക്ലിയറൻസ് നിർബന്ധമാക്കുന്നതോടെ ഈ മേഖലയിൽ ഇറാന്റെ സൈനികവും രാഷ്ട്രീയവുമായ അധികാരം കൂടുതൽ ശക്തമാവുകയാണ്. നിലവിൽ സിവിൽ കപ്പലുകളെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി കടന്നുപോകാൻ അനുവദിക്കുമെങ്കിലും വിദേശ സൈനിക കപ്പലുകൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇറാന്റെ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നുണ്ട്. ഇറാന്റെ തുറമുഖങ്ങളെ ലക്ഷ്യം വെച്ചുള്ള അമേരിക്കൻ നടപടികൾ തുടരുകയാണെങ്കിൽ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബഗായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിന്റെ കാവൽക്കാരാണ് തങ്ങളെന്നും തന്ത്രപരമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നാവിക വിഭാഗം ഈ പുതിയ ഗതാഗത നയങ്ങൾ നടപ്പിലാക്കുന്നതിനായുള്ള കർശന മാർഗനിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മേഖലയിൽ സമാധാനം നിലനിൽക്കുന്ന സമയത്ത് വാണിജ്യ കപ്പലുകൾക്ക് ഇളവ് നൽകുമെന്ന് വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാഖ്ചി നേരത്തെ സൂചിപ്പിച്ചിരുന്നുവെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ കർശന പരിശോധനകളില്ലാതെ ഒരു കപ്പലിനെയും കടത്തിവിടേണ്ടതില്ല എന്നാണ് സൈന്യത്തിന്റെ നിലപാട്. ലോകത്തിലെ എണ്ണ വാതക കയറ്റുമതിയുടെ 1/5 കടന്നുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗോള വ്യാപാര പാതയാണ് ഹോർമൂസ് കടലിടുക്ക്. അതിനാൽ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ചെറിയ അനിശ്ചിതത്വങ്ങൾ പോലും ആഗോള വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഊർജ്ജവില കുതിച്ചുയരുന്നതിനും ആഗോള വിതരണ ശൃംഖല തടസ്സപ്പെടുന്നതിനും ഇത് കാരണമാകും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോര് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും സുരക്ഷയും എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. ഇറാന്റെ പുതിയ നീക്കം മേഖലയിൽ കൂടുതൽ സംഘർഷത്തിന് വഴിമരുന്നിടുമോ അതോ അമേരിക്കയെ പ്രതിരോധത്തിലാക്കാനുള്ള സമ്മർദ്ദ തന്ത്രമാണോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മാധ്യമ യുദ്ധത്തിലൂടെയും പൊതുജന ശ്രദ്ധ തിരിച്ചുവിടുന്നതിലൂടെയും ഇറാനെ തളർത്താൻ സാധിക്കില്ലെന്നും ഗാലിബാഫ് കൂട്ടിച്ചേർത്തു. വരും ദിവസങ്ങളിൽ ഈ മേഖലയിലെ സൈനിക വിന്യാസവും നിരീക്ഷണവും ഇറാൻ വർദ്ധിപ്പിക്കാനാണ് സാധ്യത. ഇത് ഗൾഫ് മേഖലയിലെ സമുദ്ര സുരക്ഷയെ സംബന്ധിച്ച് പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇറാൻ അങ്ങനെ ഉപാധികളൊന്നുമില്ലാതെയല്ല ഹോർമൂസ് തുറന്നത്. കൃത്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്താണ് ഹോർമൂസ് തുറന്നിട്ടുള്ളത്. സിവിൽ കപ്പലുകൾ തുറന്നുവിടുന്നതിൽ പരിമിതികളില്ല. എന്നാൽ മറ്റ് വിദേശ രാഷ്ട്രങ്ങളിലേക്ക് സൈനിക കപ്പലുകൾക്ക് കൃത്യമായ നിയന്ത്രണവും ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറാന്റെ ഏറ്റവും പുതിയ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൻ്റെ ചർച്ചയുടെ വിജയം എന്ന രീതിയിൽ ട്രംപ് അവതരിപ്പിച്ച ഹോർമൂസ് തുറന്ന് ഇറാൻ എന്നുള്ള വാദം തെറ്റായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.